ഇത് മേടിക്കണത് വങ്കട എന്ന് പറയും. കിലോ 140. അതാണ് ഇന്നത്തെ മീൻ മേടിച്ച് വെക്കാൻ പോണത്. ഇതിലകത്ത് അവിടെ നിന്ന് വെട്ടി റെഡിയാക്കി എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം റെഡിയായിക്കൊണ്ടിരുന്നുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കും. റെഡിയാക്കണേന്ന്. ഇതാണ് സംഭവം. ഹലോ, ഷാബു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ വങ്കട മീനാണ് കിട്ടിയാണ്. വങ്കട അപ്പോൾ കറിയും വെക്കാനുമുണ്ട്, വറക്കാനുമുണ്ട്. അപ്പം നമുക്ക് പണി തുടങ്ങാം. അതൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉപ്പിട്ടൊക്കെ കഴുകി ഫ്രഷാക്കി എടുത്തേക്കാണ്. അതിലിടാണ്ട് ഇൻഗ്രീഡിയൻസ് ഇത് കുടംപുളിയിട്ട് വറ്റിച്ച് വെക്കണ റെഡി ഉണ്ടാ. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുടംപുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി വെള്ളത്തിൽ വേപ്പില ഇട്ടാണ്. പിന്നെ നമ്മുടെ ഇതാണ് വറക്കാൻ വെച്ചേക്കണത്. ഇത് മുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ഇത്തിരി മറ്റേ ചതച്ച മുളക് അതും കൂടിയിട്ട് വറക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള ചട്ടി വറക്കാനൊക്കെ റെഡി ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൽ കടുക് ഇടാം. അപ്പോൾ കടുക് മാത്രം എടുത്ത് വെച്ചിട്ടില്ല, എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കണം. അടുത്തതിലേക്ക് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ മതിയാവും. എളുപ്പമായിട്ട് അത് വാടിക്കിട്ടും. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഇപ്പോട്ടെ നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. വറക്കാനുള്ളതിനാണ്. മതിയോ? അധികമല്ല, 3-4 പീസുകളിൽ പത്രം വെളിച്ചെണ്ണ മതി. അത് വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം. മഞ്ഞൾപ്പൊടി അത്യാവശ്യം മുളക് പൊടി, പച്ചമുളക് ഇടണില്ലെന്ന് 2 സ്പൂൺ മുളക് പൊടി. അത് നമ്മുടെ വെനുവിടെ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. ഇപ്പം ഇങ്ങനെയായി. അതിലേക്ക് വെറ്റലമുളകും വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പൊടിവെള്ളം തന്നെ ഉണ്ടാക്കിയിരിക്കണം. പൊടിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് വാട്ട കളഞ്ഞു മുരിഞ്ഞിട്ടത്. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. ഇല്ലെങ്കിലേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മീനെടുത്ത് വെക്കാം. ഒന്ന് സെറ്റാക്കട്ടെ. ഇത്തിരി ഒരു വെള്ളം ചേർത്ത് കൊടുക്കും. പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ടാവും. നല്ല പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. വങ്കട കുടംപുളി ഇട്ട് മുളകിട്ട് പറ്റിച്ചതാണ്. ഓക്കെ, ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത് പറയണേക്കും വേറെ ഐറ്റം ഉണ്ട്. അത് ഇവിടെ നിന്ന് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാറ്റിയതുണ്ട്, തീർന്നിട്ടില്ല. ഒരു സെക്ഷൻ മാറ്റി ഒരു സെക്ഷൻ തരാണ്. ഇതതുപോലെ തന്നെ ഉണ്ട്. മുളക് കുറച്ച്, ഇത് മുളക് പൊടി, ചതച്ച മുളകും, ഉപ്പ്, ഇത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത് വെളിച്ചെണ്ണയിട്ട്
കുഴച്ചെടുത്ത് വെക്കണം. തിരുമ്മി വെച്ചിട്ട് ഒരു അരമണിക്കൂർ 15 മിനിറ്റ് വേണം വറക്കണമെങ്കിൽ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം ഉണ്ടാകരുത്. വെളിച്ചെണ്ണയിട്ട് തിരുമ്മി വെച്ചിട്ട് വെച്ചാൽ മതി. ഇത് രണ്ടുമായി. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ വെച്ച് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.